ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോണേ. അപ്പോൾ വേണ്ടേ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദയിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മൈദയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആട്ടോ. അത് ഞാനിവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലില്ലേ, ആ പാലിലോട്ട് നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുണ്ടോ, പലരും പല രീതിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിലും ഞാൻ മുട്ട ഇതിലോട്ടേക്കായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേണ്ടേ ആ മുട്ടയും പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഇതേ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ബട്ടർ ഇതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഈ ഒരു പരുവത്തിലോട്ട് നമ്മുടെ പാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇച്ചിരൂടെ വറ്റി കഴിയുമ്പോഴത്തേനും നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പരുവായിട്ടുണ്ട്, മാറ്റാറായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രം എന്ന് വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലേറ്റ് ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണേ. ഇത് ഈ ഒരു ഷേപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പേൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി നമുക്ക് ഈ ഒരു കളറിലോട്ട് വരുവേ. ഈ കളറിലോട്ട് വരുമ്പോഴത്തേനും നമുക്കതിനെ ഇതുണ്ടോ, ഈ ഒരു കളറിലോട്ട് വന്നപ്പോഴത്തേനും നമുക്കതിനെ മാറ്റാറായിട്ടുണ്ട്. നമുക്കിനി അത് വാങ്ങി നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ ഈ മിക്സിൻ്റെ മേളിലോട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പിലോട്ട് അത് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാട്ടോ കുക്ക് ചെയ്യുന്നത്. ഒരു 10-30 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേണ്ട ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് മൂടുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതേണ്ടേ ഇപ്പം നമ്മുടെ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ വാങ്ങിയേക്കാം കേട്ടോ. നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. എന്നിട്ട് വേണ്ട ഇതിൽ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.